ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കേരളത്തിൽ നിന്ന് നോർത്ത് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ, എസ്പെഷ്യലി മുംബൈയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ട്രെയിനിൽ സുലഭമായിട്ട് കിട്ടുന്ന ഒരു ആഹാര പദാർത്ഥമാണ് വടാപ്പാവ്. അപ്പം ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ തയ്യാറാക്കുന്നത് ഒരു വടാപ്പാവാണ്. അപ്പം നമുക്ക് അതെങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കിയാലോ. അതിനായി മല്ലിയില, പച്ചമുളക്, കൊച്ചുള്ളി, ഗാർലിക്, ലൈം ജ്യൂസ്, സോൾട്ട്, ഓയിൽ എന്നിവ ചേർത്ത് ഞാനൊരു കൊറിയാണ്ടർ ചട്നി തയ്യാറാക്കുന്നുണ്ട്. അതിനുശേഷം ഞാനൊരു പാൻ ചൂടാക്കി അല്പം കടു വറുത്ത് കരിയാപ്പില നമുക്ക് വഴറ്റിയതിന് ശേഷം അല്പം ജീരകം നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ആ ജീരകം നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം നമുക്ക് അല്പം ജിഞ്ചർ, ഗാർലിക് എന്നിവ നമുക്ക് ചേർത്ത് വഴറ്റിയെടുക്കാം. അതിനുശേഷം അല്പം കൊച്ചുള്ളി ചോപ്പ് ചെയ്ത് ചേർക്കാം. അതും വഴറ്റിയതിന് ശേഷം നമുക്ക് അല്പം മുളക് പൊടി, അല്പം മഞ്ഞൾപ്പൊടി, അല്പം മല്ലിപ്പൊടി, അല്പം സോൾട്ട് എന്നിവ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അത് നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം ഞാൻ നേരത്തെ തന്നെ 2 ഉരുളക്കിഴങ്ങ് ബോയിൽ ചെയ്ത് വെച്ചിരുന്നു. അത് നമുക്ക് ഉടച്ച് അതിലേക്ക് ചേർക്കാം. അപ്പം ഞാനത് അങ്ങോട്ട് ഉടച്ച് ചേർത്തതിന് ശേഷം ഞാൻ അതിൻ്റെ ടേസ്റ്റ് നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടി, നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടി അതിനകത്ത് അല്പം ബട്ടർ ഞാൻ ചേർക്കുന്നുണ്ട്. ഒരു ചെറിയ പീസ് ബട്ടർ ഞാൻ അതിലേക്ക് ചേർക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചോപ്പ് ചെയ്ത കൊറിയാണ്ടർ, മല്ലിയില ഞാൻ അതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അല്പം പോരാതെ വന്ന ഉപ്പ് അതിലേക്ക് ചേർക്കണം. ഇപ്പോൾ കറക്റ്റാണ്. അതിന് ശേഷം ഞാനത് ബോൾ പിടിച്ച് ചെറിയ ചെറിയ ബോളാക്കി ഞാനത് ക്രമപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷം അല്പം കടലമാവ് എടുത്ത് അതിലേക്ക് അല്പം മുളക് പൊടി, അല്പം മഞ്ഞൾപ്പൊടി, അല്പം കൊറിയാണ്ടർ പൗഡർ, അല്പം സോൾട്ട്, പിന്നെ ചോപ്പ് ചെയ്ത മല്ലിയില, പിന്നെ ക്യുമിൻ സീഡ് അതിലേക്ക് ചേർക്കണം. അതെല്ലാം കൂടെ ചേർത്ത് നല്ലൊരു ബാറ്റർ തയ്യാറാക്കണം. ആ ബാറ്റർ തയ്യാറാക്കിയതിന് ശേഷം ഞാൻ ആ തയ്യാറാക്കിയ ബോൾ അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ആ ഫ്രൈ ചെയ്ത് ആ ബോൾ നമ്മൾ ആലു ബോണ്ട, ഇതിനെ ആലു ബോണ്ട എന്നാണ് പറയുന്നത്. അതായത് ഫ്രൈ ചെയ്ത് സൈഡിലേക്ക് വെച്ചതിന് ശേഷം ഞാൻ ആ പാവ് 2ആയിട്ട് കട്ട് ചെയ്ത് അതിലേക്ക് അല്പം ബട്ടറൊക്കെ ചേർത്ത് നന്നായിട്ട് റെഡിയാക്കുന്നു. അതിലേക്ക് നമുക്ക് ആലു ബോണ്ട അതിലേക്ക് വെച്ച് കൊടുക്കാം. ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 2-3 ചില്ലി, പച്ചമുളക് ഫ്രൈ ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ ഇപ്പം എൻ്റെ വടപ്പാവ് റെഡിയാണ്. ഞാൻ അതിലേക്ക് പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കുന്നു. അതിനുശേഷം ഞാൻ അല്പം ഒരു 2 പച്ചമുളക് ഫ്രൈ ചെയ്തത് ഞാൻ അതിൻ്റെ സൈഡിലേക്ക് വെക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അല്പം ടമരൻ ചട്നിയും പിന്നെ ഞാൻ നേരത്തെ തയ്യാറാക്കിയ കൊറിയാണ്ടർ ചട്നിയും കൂടെ വെച്ച് അപ്പോൾ നമ്മുടെ ഡിഷ് റെഡിയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഡിഷ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്തൊരു നല്ല ഡിഷോടുകൂടി കാണാം. താങ്ക് യു വെരി മച്ച്.